ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കാൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എത്തിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഓൺലൈൻ വിൽപ്പന സജീവമാക്കാനും തീരുമാനമുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എങ്ങനെയൊക്കെയാണ് വിപണിയിലേക്ക് എത്തിക്കാൻ, ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ കൂടുതൽ സൗകര്യങ്ങളൊരുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, സബ്സിഡി നിരക്കിൽ ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുന്ന ഭാരത് അരി അത് ഈ നിരക്കിൽ തന്നെ അടുത്ത മാസത്തിനുള്ളിൽ എല്ലാ മണ്ഡലങ്ങളിലും വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. നിലവിൽ ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്ന കേന്ദ്രീയ ഭണ്ഡാർ ഒപ്പം നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനോടും ഓരോ മാസത്തിലും 3 കോടി മുതൽ 3 ലക്ഷം മുതൽ 4 ലക്ഷം മെട്രിക് ടൺ അരിയും ആട്ടയും ഓരോ മാസവും വിൽപ്പന നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരിക്കൊപ്പം തന്നെ ആട്ട, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ വിൽപ്പനയും വിപുലമാക്കാനാണ്. അതും സബ്സിഡി നിരക്കിൽ, കുറഞ്ഞ നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സബ്സിഡി നിരക്കിൽ ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കിക്കൊണ്ട് വിപണിയിൽ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ അരിയും ആട്ടയും പയർവർഗ്ഗങ്ങളും ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അടുത്ത മാസം തന്നെ ഈ വിൽപ്പനയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള വിൽപ്പന മുഴുവൻ മണ്ഡലങ്ങളിലും നടത്തണം എന്നുള്ളൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം ഓൺലൈൻ വഴിയും ആമസോണും ഫ്ലിപ്കാർട്ടും ഉൾപ്പെടെയുള്ള കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഈ ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സജീവമാക്കിക്കൊണ്ട് രാജ്യത്തിനകത്ത് ഭാരത് ബ്രാൻഡിന്റെ ഒരു വിപ്ലവകരമായ വിൽപ്പന, അതായത് മുഴുവൻ വിപണിയിലും ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിൽ അരിയും ആട്ടയും ലഭിക്കുന്ന തരത്തിലുള്ള വിൽപ്പന ക്രമീകരണം നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചനയും ക്രമീകരണങ്ങളും. ഇക്കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രീയ ഭണ്ഡാർ വഴി കൂടുതൽ അരിയും ആട്ടയും എല്ലാ മണ്ഡലങ്ങളിലേക്കും എത്തിക്കുന്ന തരത്തിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, ഒപ്പം സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന BJPയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഈ ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് വിപണിയിൽ വലിയ രീതിയിലുള്ള വില ഈടാക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അരിയും പയർവർഗ്ഗങ്ങൾക്കും ഉൾപ്പെടെ തീവില ഈടാക്കുന്ന ഇടങ്ങളിൽ ഈ സബ്സിഡി നിരക്കിൽ ജനങ്ങളിലേക്ക് അരിയും പയർവർഗ്ഗങ്ങളും എത്തിക്കുന്നത് കൂടുതൽ ജനപിന്തുണ കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ രാജ്യത്തെ മുഴുവൻ വിപണികളിലും ഈ കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന വിപുലമാക്കാനുള്ള ഒരു ആലോചനയും അതിന്റെ ക്രമീകരണവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ലക്ഷ്മി, വിവരങ്ങൾ നൽകിയത്.